അല്ലേ നാളെ വരുന്നെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ എൻ്റെ കൂടെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇവിടെ അപ്പുറത്തെ വീട്ടിൽ പണിയൊക്കെ നടക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളത്തെ പ്രശ്നങ്ങൾക്ക് ഒരു റിലീഫ് ആവാൻ പോവാണ്. അമ്മ ഇന്ന് വന്നു. ഗായ്സ്, അച്ഛനും വയ്യാത്തോണ്ട് ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി എയർപോർട്ടിൽ പോയാട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് മനുഷ്യണ്ണ ആർച്ചയും കാത്തുബേബി എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി ലേറ്റായി. അപ്പം അമ്മ നമ്മൾ ചെല്ലുന്നതിന് മുന്നേ അമ്മ ഇറങ്ങി കേട്ടോ. അമ്മ വരുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നേ, പക്ഷെ അമ്മയോട് ഇറങ്ങി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അമ്മ നീനു ബേബിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു, പക്ഷേ കൊണ്ടുപോകാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു അച്ചുവിന് കുറച്ച് വയ്യാതായത്. അങ്ങനെ അച്ചു വരാത്തത് കൊണ്ട് ഞാൻ മാത്രം രാവിലെ എണീച്ച് പോയി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ ലഗേജും എല്ലാം തൂക്കിയെടുത്ത് കാറിൽ ഇട്ടുകൊണ്ട് പിന്നെ നേരെ നമുക്ക് ആർച്ചറി വീട്ടിലോട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി നമ്മുടെ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ കുറേ അമ്പഴങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അമ്പഴങ്ങി എല്ലാം പിച്ചി സെറ്റാക്കിയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം അച്ചുവിനെ പോയി വിളിക്കാൻ. അമ്മയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം അച്ചുവിനെ പോയി വിളിക്കാനായിട്ട്. അപ്പൊ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പക്ഷേ ഞാൻ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ ഇന്നലെ ഞങ്ങള് കുറച്ച് തുണികളൊക്കെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് വീട്ടിലോട്ട് പോയിരുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി. അപ്പൊ രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഞാനങ്ങ് ഭയങ്കരമായിട്ട് കിടന്നു പോയി. അങ്ങനെ ഇന്ന് പോകാൻ പറ്റിയില്ല. അപ്പൊ ഓൾറെഡി അമ്മേനെ വിളിച്ചോണ്ട് വന്ന് വീട്ടിലാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഏട്ടൻ എന്നെ വിളിക്കാൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അതെ ഗൈസ്, ഞാനപ്പോ അമ്മയെ വീട്ടിലാക്കിയിട്ട് നേരെ അച്ചുവിനെ വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ എനിക്ക് റെഡി ആയിട്ട് പോണം. സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യ, ഇപ്പോഴും വയ്യ. എങ്കിലും അമ്മ ഇപ്പൊ കുറെ നാളായിട്ട് നീനുബേബിനെ കാണാതൊക്കെ ഇരുന്നല്ലേ. അപ്പൊ അമ്മയ്ക്ക് കാണണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ് കേട്ടോ. നീനുബേബി ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പോയി റെഡി ആയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടനും വരും, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും. പക്ഷെ എനിക്ക് വിഷമമുണ്ട്, കാരണം എൻ്റെ അമ്മേനെ വിട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അവിടെ അമ്മയുണ്ടല്ലോ. എന്തിനാ കരയുന്നത്? അല്ലേ നാളെ വരുന്നെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ എൻ്റെ കൂടെ. സ്വിഫ്റ്റ് എടുത്തോണ്ടല്ലേ തിരിച്ചു പോകുന്നത്. എന്തിനാ കരയുന്നത്? പോടാ. അപ്പൊ ഗായ്സ്, ഞാൻ അച്ചുവിനെയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാൻ പോകണം കേട്ടോ. അച്ചു ഓൾറെഡി ഛർദിച്ച് കുഴഞ്ഞ്, പിന്നെ ഛർദിച്ച്, ഞാൻ വന്നപ്പോഴേ ഛർദിച്ച്. ഇപ്പൊ അവൾ അമ്മയെ വിട്ടു പോകുന്നതിന്റെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോ വരും. എന്നാലും ഒരു സങ്കടം അല്ലേ അച്ചു? നീനു ആണെങ്കിൽ ഞാൻ എന്തോ പറയുന്നത് ഇങ്ങനെ ബോധം കെട്ട് കേട്ടോണ്ടിരിക്കും. എന്താ ഇങ്ങനെ പറയുന്നത്? എവിടെ കൊണ്ടുപോകുന്നേന്ന് അറിയാൻ പോയി. അമ്മൂമ്മയെ കാണാൻ പോവാ. അച്ചാമ്മ അച്ചാമ്മയെ കാണാൻ പോവാ. അച്ചാമ്മ വന്നു. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ അങ്ങ് അതിനു വേണ്ടി ഞാനങ്ങ് അങ്ങ് അവശ്യായി പോയി. അതിന്റെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുവാണ്. ഫുള്ള് കണ്ണൊക്കെ അങ്ങ് കുഴിഞ്ഞ് മാതിരിയായി. അതിന്റെ കൂടെ നീനു ബേബിയുടെ ബഹളം കണ്ടില്ലേ? നമ്മളെ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി കേട്ടോ. എനിക്കാണെങ്കിലേ എനിക്ക് ഒരു മുറ്റടിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഗ്യാസിന്റെ പ്രശ്നം. അപ്പൊ ഏട്ടൻ ഇങ്ങനെ ഇവിടെ വഴിയുടെ ഒരു കടയില് നിർത്തിയിട്ട് എന്തെങ്കിലും മേടിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ മേടിക്കാനായിട്ട് പോവാൻ. നീനു ബേബി ഉറങ്ങി. നീനു ബേബിയുടെ ഉറക്ക ടൈമാണ് ഇപ്പൊ. അമ്മ എനിക്കിത് സ്പെഷ്യൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. അമ്മ എനിക്ക് മാത്രമല്ല എല്ലാവരും കൂടെ കൊണ്ടുവന്നതാ. ഏട്ടൻ നീ ഇതുവരെ ജീവിതത്തിൽ കഴിക്കാത്തൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങള് ഇങ്ങനെ വീഡിയോയിൽ വെക്കുക എന്തിനെപ്പോഴും വയ്യാന്ന് പറയുന്നു. ഒന്നാമത് അമ്മേടെ അടുത്തുനിന്ന് വന്നേന്റെ അതിനിപ്പ എങ്ങനെയാണെങ്കിലും നമ്മൾ അമ്മേനെ വിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമല്ലേ, അതിന്റെ ഒരു വിഷമമുണ്ട്. അപ്പൊ ഏട്ടൻ എന്തുകൊണ്ടാ എന്തോ മേടിക്കാൻ പോയി. ഞാൻ കട്ട്ലറ്റ് മേടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. 2 ചിക്കൻ കട്ട്ലറ്റും പിന്നെ ഒരു സമൂസ മേടിച്ചേട്ടോ. അപ്പൊ അച്ചു അത് തിന്നുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അച്ചു ഇതുവരെ കഴിക്കാത്തൊരു സാധനം ഇരിപ്പുണ്ട് ജീവിതത്തിൽ. എനിക്ക് എന്തോന്നും ഓർമ്മയില്ല.
കട്ട്ലറ്റ് കിട്ടി കേട്ടോ. കട്ട്ലറ്റ് കിട്ടി, ഒരു മിനറൽ വാട്ടറോട് മേടിച്ചിട്ടുണ്ട്. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അമ്മ പുറത്ത് വന്ന് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ, കാറ് വന്ന കണ്ടപ്പോഴേ. അപ്പം നീനു ബേബി ഉറക്കപ്പിച്ചിലായിരുന്നു, അതുകൊണ്ട് ആദ്യം അമ്മയുടെ അടുത്ത് പോവാച്ച് മടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പോയി, പക്ഷെ എന്നാലും അവൾ ജസ്റ്റ് അങ്ങ് കരഞ്ഞു കേട്ടോ, ഉറക്കത്തിലായതുകൊണ്ടാണ്. പിന്നെ അമ്മേനെ കുറച്ച് നാളായില്ലേ കണ്ടിട്ട്, അങ്ങനെ ഞാൻ തിരിച്ചിങ്ങ് എടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് വന്ന് അമ്മ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവളെ കാണിച്ച്, പിന്നെ അതിനുശേഷം നമ്മളമ്മ നല്ല ചോറും മീൻകറിയും പുളിശ്ശേരിയും അമ്മ വെച്ചതല്ല കേട്ടോ, പുറത്തുനിന്ന് മേടിച്ചതായിരുന്നു. അമ്മ അന്ന് വന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പെട്ടി പൊട്ടിക്കൽ നമുക്ക് നമ്മുടെ പ്രവാസികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണല്ലോ. അമ്മ പ്രവാസിയല്ല, എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ബൗളൊക്കെ ഏട്ടന് വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവന്നതാണ്. ഇത് നീനു ബേബിക്ക് കൊണ്ടുവന്നതാണ്. എൻ്റെ മനസ്സിൽ അപ്പോഴും ആ സർപ്രൈസ് ആയിട്ട് വരുന്നത് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാത്തു ബേബിയും ആർച്ചയും മഞ്ചാട്ടനും ഒക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുക. കാത്തു ബേബി പഴവും ദോശയാണ് കഴിക്കുന്നത്, നീനു ബേബി ചമ്മന്തിയും ദോശയാണ് കഴിക്കുന്നത്. കാത്തു ബേബി അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും കേട്ടോ. പിന്നെ നീനു ബേബിയുടെ കസേരയ്ക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൽപ്പിടുത്തങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പല സീനുകളും ഉണ്ട്. നീനു ബേബി കാത്തു ബേബിനെ വിറപ്പിക്കുന്ന സീനും, കാത്തു ബേബി തിരിച്ച് പിടിച്ച് കുലക്കിയപ്പോൾ കരഞ്ഞു തളരുന്ന നീനു ബേബിയൊക്കെ ഉണ്ട്. അവസാനം അവർ അവിടെ നിന്ന് ഇറങ്ങി 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ കാത്തു ബേബിക്ക് പോകാൻ വയ്യ. കാത്തു ബേബി ഒരു വിധത്തിൽ പോകത്തില്ല, അവൾ കരഞ്ഞ് നിർബന്ധം പിടിച്ചൊക്കെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. എന്താണെന്നൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അമ്മ ചൂടാക്കി എടുക്കുവാണ്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു ഇതായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ പാത്രത്തിലാക്കി ആക്കിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും കണ്ടോളൂ. ഗൈസ്, എല്ലാവരുടെ അടുത്തും പറഞ്ഞില്ലേ അച്ചുവിൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ സർപ്രൈസ് അച്ചു ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനം കൊടുക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് അമ്മയാണ് കൊണ്ടുവന്നത് കേട്ടോ ആ സാധനം. അതെന്താണെന്ന് വെച്ചാൽ, എന്താണ് അച്ചു അത്? ഒട്ടകത്തിന്റെ ഇറച്ചി. അതെ, ഒട്ടകത്തിന്റെ ഇറച്ചി. തിന്ന പീസൊക്കെ പല്ലിലിരിക്കുന്നു. ഗൈസ്, ഒട്ടകത്തിന്റെ ഇറച്ചി കേട്ടോ. ആണ്ടാ, നമ്മൾ ഓൾറെഡി ഷോർട്ട് വീഡിയോ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. ഇത്രേ ഉള്ളൂ. അമ്മ അവിടെ കറി വെച്ച് വരട്ടി എടുത്തോണ്ട് കൊണ്ടുവന്ന കേട്ടോ. എന്നിട്ട് എണ്ണയൊക്കെ ലീക്കായി ഒരുപാട്. അപ്പം അമ്മ കൊണ്ടുവന്നതാണ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഞാൻ പറയാം. ടേസ്റ്റ് ഓൾറെഡി അച്ചു ടേസ്റ്റ് ചെയ്തു. ഒന്നുകൂടെ പറയുള്ളൂ. ടെക്സ്ചർ കാണിച്ചു തരാവേ. ടെക്സ്ചർ ഒന്നും ഇല്ല, സിമ്പിൾ ബീഫ് കണക്ക് തന്നെ ഇരിക്കും. കണ്ടോ നാര് കണക്കിരിക്കും. ബീഫ് കണക്ക് തന്നെ, സ്മെല്ലും എല്ലാം ബീഫ് കണക്ക് തന്നെ കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത്രയും നാളായിട്ട് ഒട്ടകത്തിന്റെ പിന്നെ ഉണക്കിയ ഇറച്ചിയൊക്കെ കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. അമ്മ പോവേണ്ടി അതന്നെ, നമ്മള് ഇറച്ചി തന്നെ മേടിച്ച് കറി വെച്ചോണ്ട് കൊണ്ടുവന്നു. അമ്മ കഴിച്ചോക്കട്ടെ. ബീഫ് കണക്കാ. ബീഫ് ടേസ്റ്റ് ഉണ്ടോ? ബീഫിന്റെ ടേസ്റ്റ്. പക്ഷെ ബീഫല്ലേ, ഇത് ഒട്ടകമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മ ബീഫ് കറി വെച്ച് കഴിഞ്ഞാൽ ഇതിനും ടേസ്റ്റ് കാണും. ചിലപ്പോ ഒട്ടകത്തിന്റെ അമ്മ വെക്കത്തില്ല. അമ്മ വെക്കൂല. ഇനി എന്തായാലും ഒട്ടകത്തിന്റെ ഇറച്ചി നീനുമ്മ കഴിച്ചില്ലെന്നുണ്ട്. നീനുമ്മക്ക് എന്തായാലും കൊടുക്കാം. നീനുമ്മക്ക് കൊടുക്കണ്ട, കാരണം അമ്മയ്ക്ക് ഓൾറെഡി കഴിച്ചിട്ട് അമ്മയ്ക്ക് ചൊറിഞ്ഞെന്ന് പറഞ്ഞു. ഇല്ല, അമ്മയ്ക്ക് അത് കൊതു കടിച്ചിട്ടാ ചൊറിഞ്ഞതെന്ന്. ആണോ? ഗൈസ്, അപ്പൊ നീനുമ്മക്ക് എന്തായാലും കൊടുത്തു നോക്കാം. നീനുമ്മ എന്തായാലും ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കാതിരിക്കണ്ട. ഇറച്ചി കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കുന്നതെന്ന് എന്തായാലും അച്ഛന് കണക്കിരുന്ന് പറയണ്ട. അല്ല, അപ്പൊ എന്തായാലും നീനുമ്മയ്ക്ക് ഒന്ന് ഒട്ടകത്തിന്റെ ഇറച്ചി എന്തായാലും കൊടുത്തു നോക്കാം. കൊടുക്കാം. അവള് ചവച്ച് തിന്നോളൂ, അവള് കഷ്ടപ്പെട്ടാലും ചവച്ച് തിന്നും. ഗൈസ്, ഇത് ലുലു മാളിന്ന് മേടിച്ച ഒട്ടകമാണ് കേട്ടോ. അറബിയുടെ വീട്ടിലുള്ള ഒട്ടകം. ആണ്ടാ, നീനും ഇപ്പോഴേ വാർന്നു തുടങ്ങി. ചവയ്ക്കാൻ പറ്റൂല, അവള് മിക്കവാറും തുപ്പും. നല്ല കുരുമുളകെല്ലാം ഇട്ടിട്ടുണ്ട്, അപ്പൊ എന്തായാലും ചവയ്ക്കാൻ പറ്റും. അല്ല, എരി വരും. തിന്നിറക്കുന്നുണ്ട്. നീനൂന് ഇനിയും വേണം കേട്ടോ. കയ്യില് കൊടുത്താ മതി. നീനു ഇഷ്ടപ്പെട്ട് ഒട്ടകത്തിന് അടച്ചു വെച്ചു. നീലി പറഞ്ഞ ഒട്ടകത്തിന് അടച്ചു പറ്റത്തില്ലെന്ന്. നീനു അതല്ല, ഞാൻ ചിലപ്പോ എന്തെങ്കിലും അലർജി മതി കുറച്ച് മതി, ഒരുപാട് കൊടുക്കണ്ട. അത് മതി, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ മതി. ഗായ്സ്, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ചുവിന്റെ അച്ഛൻ വരാൻ നേരം ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഉണക്കിറച്ചി എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ലുലു മാളിലൊന്നും ഉണക്കിറച്ചി എടുത്തില്ല. അത് അല്ലാതെ ഈ ഒരു ഗ്രാമപ്രദേശത്തോട്ടൊക്കെ പോകുമ്പോ അവിടെയൊക്കെ ഉണക്കിറച്ചി കിട്ടും ഒട്ടകത്തിന്റെ. പക്ഷെ ഇതിപ്പോ ലുലു മാളിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്ക് കറി വെച്ചുകൊണ്ട് അമ്മ എടുത്ത് വരാൻ പറഞ്ഞപ്പോ അമ്മ കൊണ്ടുവന്നേട്ടാ. അങ്ങനെ ഞാൻ ജീവിതത്തിൽ
നീനു ഒട്ടകം കഴിച്ചു. ഞാൻ മുമ്പേ കഴിച്ചിട്ടുണ്ട്. 28 വർഷങ്ങൾക്കിടയിൽ. അതെ, ഞാൻ മുമ്പേ കഴിച്ചിട്ടുണ്ട്. ഗൾഫിൽ പോയപ്പോ ഞാൻ മുമ്പേ ഒട്ടക ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയാണ്. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.